എല്ലാവർക്കും ടെക്നോളജിയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽമി GT60യും പോക്കോ F6ഉം തമ്മിലുള്ള കമ്പാരിസൺ ആണ്. സോ റിയൽമി GT60 മെയ് 22 ലോഞ്ച് ആവും. പോക്കോ F6 ആണെങ്കിൽ തൊട്ട് അടുത്ത ദിവസത്തേക്ക് മെയ് 23 ലോഞ്ച് ആവും. സോ രണ്ട് സ്മാർട്ട് ഫോൺ തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് നോക്കാം ഏതാണ് ബെറ്റർ എന്നുള്ളത്. പ്രൈസ് ഡിഫറൻസ് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് രണ്ടും അടുത്തായിരിക്കും നിൽക്കാൻ പോകുന്നത്. സോ ഇതിൽ ഏതാ ബെറ്റർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി GT60യിൽ 8.65 mm ആണ് തിക്നെസ് വരുന്നത്. 191 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. IP65 റേറ്റിംഗ് ഉണ്ട്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2. ശരിക്കും ഫോൺ ബാക്കിൽ നിന്ന് കാണുമ്പോൾ മെറ്റലാണെന്നൊക്കെ തോന്നും, പക്ഷേ അത് പ്ലാസ്റ്റിക് ആണ്. പിന്നെ പോക്കോ F6ൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ 7.8 mm ആണ് തിക്നെസ് വരുന്നത്. 179 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. മാറ്റ് പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്. IP64 റേറ്റിംഗ് വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. സോ കാണാൻ ഏതാണ് ഭംഗി എന്ന് വെച്ചാൽ എൻ്റെ ഇതിൽ പറഞ്ഞാൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത് റിയൽമി GT60 ആണ്. പിന്നെ ഡിസൈൻ്റെ കാര്യത്തിലായിരിക്കും, പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ പോക്കോ F6 ആയിരിക്കും ഇച്ചിരി ബെറ്റർ. കാരണം ലൈറ്റർ ഫോണാണ്, പിന്നെ ഇച്ചിരി സ്ലിമ്മർ ഫോണാണ്. പിന്നെ ഡിസൈൻ്റെ കാര്യം ആയതുകൊണ്ട് പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി GT60യിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K കർവ്ഡ് 120 ഹെർട്സിൻ്റെ 10-bit AMOLED പാനലാണ് വരുന്നത്. BOEയുടെ S180 ആണ് പാനലിൻ്റെ പേര്. LTP ടെക്നോളജി വരുന്നുണ്ട്. 0.5 ഹെർട്സ് തൊട്ട് 120 ഹെർട്സ് വരെയാണ് അതിൻ്റെ സ്വിച്ചിങ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ബാറ്ററി എഫിഷ്യൻസി ബെറ്റർ ആയിരിക്കും. 6000 nits ആണ് HDR ബ്രൈറ്റ്നസ്. അത്രയൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്കറിയാം ഏതെങ്കിലും ഡിസ്പ്ലേ ഒരു ഭാഗത്ത് ചെറിയൊരു ഭാഗത്ത് കിട്ടത്തുള്ളൂ 6000 nits. പിന്നെ HDR 10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാനുവലിനാണെങ്കിൽ 1050 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. ഓട്ടോയിലാണെങ്കിൽ 1650 nits ആണ് വരുന്നത്. 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്ങും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ AMOLED പാനലിൻ്റെ ഫ്ലിക്കറിങ് കുറയും ബ്രൈറ്റ്നസ് ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. അതേസമയം പോക്കോ F6ലാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ 1.5K ഫ്ലാറ്റ് ആണ്. 120 ഹെർട്സിൻ്റെ 12-bit AMOLED പാനലാണ് വരുന്നത്. TCL C8 പാനലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 2400 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. HDR 10+, ഡോൾബി വിഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാനുവൽ ആണെങ്കിൽ 570 nitsഉം ഓട്ടോ ആണെങ്കിൽ 1100 nitsഉം ആണ് വരുന്നത്. 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്ങും വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനാണ് വരുന്നത്. ഡിസ്പ്ലേ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കർവ്ഡ് വേഴ്സസ് ഫ്ലാറ്റ് ആണ്. സോ ഇഷ്ടമുള്ളവർക്ക് അത് എടുക്കാം. ഞാൻ ഇച്ചിരി ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടമുള്ള ആളാണ്. സോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടമുണ്ട്. പിന്നെ പ്രാക്ടിക്കാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്ന ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഒന്ന് എന്താ പറയുക, സ്ക്രീൻ ഗാർഡിൻ്റെ പൈസ വില കൂടുതലാണ്. 650 രൂപ വരും സ്ക്രീൻ ഗാർഡിൻ്റെ പ്രൈസ്. താഴെ വീണ് പൊട്ടിക്കുന്ന നല്ല പ്രൈസ് വരും ഡിസ്പ്ലേ മാറാനൊക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും ഇച്ചിരി ബെറ്റർ. ഈ രണ്ട് തമ്മിലും എന്താ പറയുക, ക്വാളിറ്റി നോക്കുവാണെങ്കിൽ രണ്ടും നല്ല പാനൽ മാനുഫാക്ചേഴ്സാണ്, BOEയും TCLും. പിന്നെ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ LTP ടെക്നോളജി വരുന്നുണ്ട്. 0.5 ഹെർട്സ് തൊട്ട് 120 ഹെർട്സ് വരെ. അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി എഫിഷ്യൻസി ആയിരിക്കും. പിന്നെ ഓവറോൾ ഡിസ്പ്ലേ വെച്ച് നോക്കുവാണെങ്കിൽ ക്വാളിറ്റി വൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. എന്നാൽ പോലും ഒരു എഡ്ജ് ഞാൻ കൊടുക്കുന്നത് റിയൽമിക്ക് ആയിരിക്കും. LTP ടെക്നോളജി വന്നെ ഉണ്ട്. അല്ലാണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ബാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 12-bit ഡിസ്പ്ലേ പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ഒക്കെയാണ് വേണ്ടതെങ്കിൽ പോക്കോ F6 ആയിരിക്കും ബെറ്റർ. ഇനി നമ്മൾ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമിയിൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേസമയം പോക്കോ F6ലാണെങ്കിൽ ഡെഡിക്കേറ്റഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസും വരുന്നുണ്ട്. സോ ഓഡിയോയുടെ കാര്യത്തിൽ ഇച്ചിരി ബെറ്റർ എടുക്കുന്നത് പോക്കോ F6 ആയിരിക്കും. പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽമി GT60യിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 ആണ്. TSMCയുടെ 4 nm പ്രോസസ്സാണ് വരുന്നത്. അതിൻ്റെ സ്പെക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR5X റാമും UFS 4.0 ആണ് സ്റ്റോറേജ് വരുന്നത്. എക്സ്പാൻഡബിൾ സ്റ്റോറേജ് വരുന്നില്ല. പിന്നെ നമ്മൾ പോക്കോ F6ൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ്. 4 nm TSMC ആണ് വരുന്നത്. ഇതിൻ്റെ സ്പെക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR5X റാമും UFS 4.0 ആണ് സ്റ്റോറേജ് വരുന്നത്. പിന്നെ റിയൽമി GT60യുടെ ആറ്റിറ്റ്യൂഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 13,74,374 CPU 3,45,250, GPU 4,87,780. അതേസമയം പോക്കോ F6 ആണെങ്കിൽ 15,54,839 ടോട്ടൽ സ്കോർ. CPU 3,83,314, GPU 5,27,359. പറയുമ്പോൾ തന്നെ അറിയാതെ ബെറ്റർ പ്രോസസർ എന്നുള്ളത് 8S Gen 3 തന്നെയാണ്. ഇനി ഗിഗ് ബെഞ്ച് ആണെങ്കിൽ റിയൽമിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സിംഗിൾ 1839, മൾട്ടി 4689. അതേസമയം പോക്കോ സിംഗിൾ 2019, മൾട്ടി 5570. സോ പെർഫോമൻസ് ഇച്ചിരി കൂടി വേണമെന്നുണ്ടെങ്കിൽ 8S Gen 3 പോകാം. എന്നാലും വലിയ ഡിഫറൻസ് ഇല്ല. മേ ബി CPU 15%, GPU 10 to
12% ഡിഫറൻസ് വരുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, ഓവറോൾ ഗെയിമിങ്ങിൻ്റെ പെർഫോമൻസ് ഒക്കെ അറിയായിരിക്കും. 90 FPS ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവും ലേറ്റസ്റ്റ് Gen 3. റിയൽമിയിലാണെങ്കിൽ 7 Plus Gen 3 ഒരു 60 FPS ഒക്കെ ആയിരിക്കും. ലേറ്റസ്റ്റ് Gen 3 എന്തായാലും 90 FPS ഒക്കെ കളിക്കാൻ സുഖമായിട്ട് പറ്റും. പിന്നെ ഡേ ടു ടാസ്കിൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല, പക്ക പൊളിയായിരിക്കും 2 സ്മാർട്ട് ഫോണും. നമ്മൾ അടുത്തൊരു കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ക്യാമറയാണ്. നമ്മുടെ റിയൽമി GT60 കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡബിൾ ക്യാമറയാണ് പുറകിൽ, ഡുവൽ ക്യാമറയാണ് പുറകിൽ വരുന്നത്. ഒരു 50 MP f1.88 ആപ്പച്ചർ വരുന്ന സോണി IMX882 ആണ് സെൻസർ വരുന്നത്. പ്രൈമറി OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS ആണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുക. 8 MP സോണി IMX355 അൾട്രാ വൈഡ് വരുന്നുണ്ട്. അവിടെ 1080p 30 FPS ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു 32 MP f2.45 ആപ്പച്ചർ വരുന്ന സോണി IMX615 ആണ് വരുന്നത്. സെൽഫി ആയിട്ട് 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതേസമയം പോക്കോ F6 ആണെങ്കിൽ പ്രൈമറി ഒരു 50 MP f1.59 ആപ്പച്ചർ വരുന്ന സോണി ലിറ്റിയ 600 ആണ് വരുന്നത്. OIS സെൻസറാണത്. പിന്നെ അവിടെ നമുക്ക് 4K 60 FPS റെക്കോർഡ് ചെയ്യാം. പിന്നെ സെക്കൻഡറി 8 MP സോണി IMX355 അൾട്രാ വൈഡ് സെയിം തന്നെ 1080p 30 FPS. സെൽഫി ക്യാമറ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ 20 MP f2.2 ആപ്പച്ചർ വരുന്ന ഒംനിവിഷൻ OV20B സെൻസറാണ് സെൽഫി വരുന്നത്. അവിടെ നമുക്ക് 1080p 60 FPS പറ്റത്തുള്ളൂ. സോ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേ ടൈം ഷോട്ട്സിലൊക്കെ ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത് റിയൽമിയാണ്. ഇച്ചിരി ഓവർ സാച്ചുറേറ്റഡ് അല്ല, ഇച്ചിരി പഞ്ചി ഫോട്ടോസാണ്. പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു ഫോട്ടോസാണ് റിയൽമിയിൽ. അതേസമയം റെഡ്മിയിലാണെങ്കിൽ ഇച്ചിരി നാച്ചുറൽ ഫോട്ടോസാണ്. പിന്നെ റെഡ്മിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ വൈഡർ ലെൻസാണ്. സോ കുറച്ചുകൂടി ലൈറ്റ് ഉള്ളിട്ട് കയറുന്നതുകൊണ്ട് പിന്നെ വൈഡർ ലെൻസ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ബോക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് പോർട്രേറ്റ് മോഡ് ഉപയോഗിക്കാണ്ട് തന്നെ നല്ലൊരു ബോക്കെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് രണ്ടും ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ്. പക്ഷേ റെഡ്മി കയറി പോകണമെന്ന് പറഞ്ഞാൽ എവിടെയെന്ന് വെച്ചാൽ ലോ ലൈറ്റിലാണ്. ലോ ലൈറ്റിൽ നല്ല പെർഫോമൻസ് വരുന്നുണ്ട് റെഡ്മിക്ക്. കാരണം വൈഡർ ലെൻസാണ്, f1.59 ആണ്, അവിടെ f1.9 എന്ന് വേണമെങ്കിൽ പറയാം. സോ അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ഇച്ചിരി ബെറ്റർ നമുക്ക് റെഡ്മിയിലാണ് ഫോട്ടോസൊക്കെ വരുന്നത്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കാര്യം നമ്മൾ നോക്കുക, 2 സ്മാർട്ട് ഫോണിലും 4K 60 ആണ് പ്രൈമറി. പക്ഷേ രണ്ടിലും ഒരു പ്രശ്നമുണ്ട്, EIS ജിറ്റർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നടക്കുവാണെങ്കിൽ ജിറ്ററിങ് പോലെ വരുന്നുണ്ട്. 2 സ്മാർട്ട് ഫോൺസിലും ആ പ്രശ്നം വരുന്നുണ്ട്. സോ ഓവറോൾ ഏതാ ബെറ്റർ ക്യാമറ എന്ന് പറഞ്ഞാൽ റെഡ്മി അല്ല, പോക്കോ F6 ആയിരിക്കും. ഇനി OS നമ്മൾ നോക്കുവാണെങ്കിൽ OSന്റെ കാര്യത്തിൽ നമുക്ക് റിയൽമി GT60 റിയൽമി UI 5.0 ആണ്. ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. അതേസമയം പോക്കോയിലാണെങ്കിൽ ഹൈപ്പർ OS ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 വരുന്നുണ്ട്. 3 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞാൽ ബാറ്ററിയുടെ കാര്യമാണ്. നമുക്ക് റിയൽമി GT60 5500 mAh ബാറ്ററി 120 വാട്ട്സിന് ചാർജർ ബോക്സിൽ കിട്ടും. സോ 0-100 ഒരു 20 minutes കൊണ്ടാവും. 7.5 മണിക്കൂറായിരിക്കും സ്ക്രീൻ ഓൺ ടൈം കിട്ടുക. അതേസമയം പോക്കോ F6 5000 mAh ബാറ്ററിയാണ്, 90 വാട്ട്സിൻ്റെ ചാർജറാണ് ബോക്സിൽ കിട്ടുന്നത്. 0-100 ഒരു 38 minutes ആണ് വരുന്നത്. 7 hours സ്ക്രീൻ ഓൺ ടൈം. സോ ബാറ്ററിയുടെ കപ്പാസിറ്റി കാര്യത്തിലും ബാറ്ററി ചാർജിൻ്റെ കാര്യത്തിലും ബാറ്ററി ആയിട്ട് എടുക്കുന്നത് റിയൽമിയാണ്. ഇനി നമ്മൾ കണക്ടിവിറ്റി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി GT60 5G ആണ് വരുന്നത്. ഒബിയസ്ലി Wi-Fi 6E വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. NFC വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. USB Type-C 2.0 വരുന്നുണ്ട്. അതേസമയം പോക്കോ F6 5G ആണ് വരുന്നത്. Wi-Fi 6E, ബ്ലൂടൂത്ത് 5.4, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. USB Type-C 2.0. NFC വരുന്നുണ്ട്, പക്ഷേ മാർക്കറ്റ് ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. ഇതിൽ വരുമെന്ന് അറിയത്തില്ല. സോ കണക്ടിവിറ്റി ഓൾമോസ്റ്റ് സിമിലർ ആണ് രണ്ടും. ഇനി പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി GT60 എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 8GB 256 തൊട്ട് 16GB 512 വരെയാണ് വേരിയൻറ്റ് വരിക. അതിൽ 8GB 256ൻ്റെ പ്രൈസ് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ 28,000 രൂപയാണ്. അതേസമയം പോക്കോ F6 8GB 256 തൊട്ട് 16GB 1TB വരെയാണ് പറയുന്നത്. അതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 30,000-31,000 ആ റേഞ്ചാണ് പറയുന്നത്. സോ ശകലം പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ആണ്, റിയൽ പ്രൈസ് അല്ല. എന്നാലും 2 തൊട്ട് 3,000 വരെ ഡിഫറൻസ് ഉണ്ട്. അതെന്താണ്, ആരാണ് ബെറ്റർ നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇച്ചിരി ഭംഗി റിയൽമിയാണ്. പിന്നെ ബെറ്റർ ബാറ്ററി കപ്പാസിറ്റിയും ചാർജിങ് വരുന്നത് റിയൽമിയിലാണ്. അതേസമയം പോക്കോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ പോക്കോ F6 ബെറ്റർ പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നെ ബെറ്റർ ക്യാമറ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് രണ്ടിലും നോക്കി എടുക്കുക ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. എൻ്റെ രീതി പറഞ്ഞാൽ സ്പെക്ക് വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് പോക്കോ F6 ആണ്. ഇത്തിരി ഓൾറൗണ്ട് ബെറ്റർ ഫോണാണ്. കാരണം പെർഫോമൻസ് ബെറ്റർ ആണ്, ക്യാമറ ബെറ്റർ ആണ്, ബാറ്ററി ആവശ്യത്തിനുണ്ട്. 5000 mAh ബാറ്ററി വന്നിട്ട് 90 വാട്ട്സ് അത്ര മോശമൊന്നുമല്ല. ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് പോക്കോ F6 ആണ്. സോ എൻ്റെ രീതി പറഞ്ഞ ഇച്ചിരി ബെറ്റർ പോക്കോ F6 ആണ്. എന്നാലും ഇച്ചിരി പൈസ കൂടുതൽ കൊടുക്കണം, പക്ഷേ അതിനുള്ള സ്പെക്ക് അതിന് കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ കാഴ്ച ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.